ഇനി നമ്മൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് അല്പസമയത്തിനകം പോകും. അവിടെ പോസ്റ്റ്മോർട്ടത്തിന് എട്ടംഗ സംഘം തയ്യാറായി കഴിഞ്ഞുവെന്ന് മെഡിക്കൽ കോളേജിൽ ക്യാമ്പ് ചെയ്യുന്ന ഞങ്ങളുടെ റിപ്പോർട്ടർ ഉമേഷ് ബാലകൃഷ്ണൻ റിപ്പോർട്ട് ചെയ്യുന്നു. ഈ 3 ഫോറൻസിക് വിദഗ്ധന്മാരായ ഡോക്ടേഴ്സും ഈ ടീമിലുണ്ട് എന്നാണ് മെഡിക്കൽ കോളേജിൽ നിന്ന് വരുന്ന റിപ്പോർട്ടുകൾ പറയുന്നത്. എന്തായാലും എട്ടംഗ സംഘത്തിൻ്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ ഉടൻ തന്നെ ആരംഭിക്കും. ഈ നടപടികൾ പൂർത്തിയായി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നാൽ ഈ ഗോപൻ സ്വാമിയുടെ മരണവുമായി ബന്ധപ്പെട്ട എല്ലാ വിവാദങ്ങളും അവസാനിക്കും എന്നാണ് നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്നത്. ഇനി തിരുവനന്തപുരത്തെ ഉള്ളൂരിലുള്ള മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് ഉമേഷ് ബാലകൃഷ്ണൻ തത്സമയം ചേരുന്നു. ഉമേഷ്, ഗുഡ് മോർണിംഗ്. യഥാർത്ഥത്തിൽ പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിച്ചോ? SKN ഇതുവരെ ആരംഭിച്ചിട്ടില്ല. കാരണം മകൻ എത്തേണ്ടതുണ്ട്. നടപടിക്രമങ്ങൾ പ്രകാരം പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിക്കുന്നതിന് മുമ്പ് മകൻ്റെ ഒരു സമ്മതപത്രം എഴുതി വാങ്ങേണ്ടതുണ്ട്. മകൻ്റെ അല്ലെങ്കിൽ അടുത്ത ബന്ധുവിൻ്റെ സനന്ദൻ, അതായത് മൂത്ത മകനായ സനന്ദനെ ഇങ്ങോട്ട് എത്തിച്ച ശേഷം മാത്രമേ പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിക്കുകയുള്ളൂ. എന്തായാലും അതിനു വേണ്ടിയുള്ള കാത്തിരിപ്പാണ്. സംഘം, അതായത് 8 അംഗ സംഘം ഇപ്പോൾ തയ്യാറായി കഴിഞ്ഞു. അവർ എപ്പോഴാണോ മകൻ എത്തി ഈ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുന്നതിനനുസരിച്ച് പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിക്കുകയും ചെയ്യും. നിലവിൽ 8 അംഗ സംഘമാണ് പോസ്റ്റ്മോർട്ടത്തിന് നിശ്ചയിച്ചിരിക്കുന്നത്. അതിൽ തന്നെ 3 സീനിയർ ഫോറൻസിക് സർജൻമാർ ഈ ടീമിലുണ്ടാകും. ഇത്തരത്തിൽ വളരെ ഗൗരവത്തോടെ തന്നെയാണ് ഫോറൻസിക് വിഭാഗവും ഈ പോസ്റ്റ്മോർട്ടത്തെ കാണുന്നത്. എന്തായാലും 3 പ്രധാന പരിശോധനകളാണ് ഇതിൽ നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. പ്രധാനമായി ഇത്തരത്തിൽ പോസ്റ്റ്മോർട്ടത്തിൽ 3 തലത്തിലുള്ള പരിശോധനകളുണ്ടാകും. വിഷം ഉള്ളിൽ ചെന്നിട്ടുണ്ടോ, അതായത് മരണകാരണത്തിൽ വിഷം ഉള്ളിൽ ചെന്നോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രാസവസ്തുക്കൾ ഉള്ളിൽ ചെന്നിട്ടുണ്ടോ എന്നുള്ള പരിശോധന ഉണ്ടാകും. രണ്ടാമത്തെ കാര്യം, പരിക്കേറ്റാണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ക്ഷതമേറ്റിട്ടാണോ മുറിവേറ്റിട്ടാണോ ഈ ഒരു മരണകാരണത്തിലേക്ക് എത്തിയത് എന്നുള്ള പരിശോധന ഉണ്ടാകും. മൂന്നാമത് ഈ മരണം സംഭവിക്കുന്നത് ഇതിനുള്ളിലിരുന്ന് ശ്വാസം മുട്ടിയാണോ എന്നുള്ള പരിശോധന ഉണ്ടാകും. ഇത് 3 തലത്തിലുള്ള പരിശോധനയാണ് നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. എന്നാലും പരുക്കുകളുണ്ടോ എന്ന് പരിശോധിക്കാൻ റേഡിയോളജി, എക്സ്റേ എന്നീ പരിശോധനകളാണ് നടത്തുക. അതിൻ്റെ ഫലം ഇന്ന് തന്നെ കിട്ടുകയും ചെയ്യും. രണ്ടാമത്തേതിന് കൂടുതൽ രാസപരിശോധന വേണ്ടി വരും. ഈ രാസപരിശോധന ഫലം ഒരുപക്ഷെ ഒരാഴ്ചയോളം വൈകാൻ സാധ്യതയുണ്ട്. എങ്കിലും പ്രാഥമികമായ നിഗമനങ്ങൾ പോസ്റ്റ്മോർട്ടത്തിൽ തന്നെ അറിയാൻ കഴിയും എന്നുള്ളതാണ് ഒരു വസ്തുത. അതുകൊണ്ട് തന്നെയാണ് 3 ഫോറൻസിക് സർജന്മാരെ ഈ ടീമിലിടാൻ തീരുമാനിച്ചത്. പ്രാഥമികമായി തന്നെ ഇതിലൊരു വ്യക്തത ലഭിക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് ഈ ഗോപൻ സ്വാമി മരിക്കുന്നതിന് മുൻപ് തന്നെ ഈ സമാധി തറയിലേക്ക് എത്തിക്കുകയും അതിനുശേഷം മൂടുകയും ചെയ്തു കഴിഞ്ഞാൽ ശ്വാസം മുട്ടിയായിരിക്കും മരിക്കാൻ സാധ്യത കൂടുതൽ. അങ്ങനെയാണെങ്കിൽ ഈ ശ്വാസകോശത്തിനകത്തടക്കം ഭസ്മത്തിൻ്റെ അടക്കം സാന്നിധ്യം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അത് പ്രാഥമികമായി തന്നെ കണ്ടെത്താൻ കഴിയും. പക്ഷേ രാസപരിശോധനയിലൂടെ മാത്രമേ അത് പൂർണ്ണമായി തെളിയിക്കാനാകൂ. എങ്കിലും പ്രാഥമിക നിഗമനങ്ങളിലൂടെ ഒരു പ്രൊഫഷണൽ റിപ്പോർട്ട് കൈമാറുന്നതിലൂടെ അതിൽ വെച്ച് പോലീസിൻ്റെ തുടർ നടപടികൾ ആവശ്യമുണ്ടെങ്കിൽ എടുക്കേണ്ടതുണ്ട്. ആ നടപടികളിലേക്ക് പോലീസിന് കടക്കാൻ കഴിയും. ഇതോടൊപ്പം DNA പരിശോധനയ്ക്കുള്ള DNA സാമ്പിൾ ശേഖരിക്കും. DNA പരിശോധനയ്ക്ക് വേണ്ടി സാമ്പിൾ അയക്കും. പക്ഷേ DNA പരിശോധന സാമ്പിൾ എത്തി അത് ഫലമായി വരുന്നതുവരെയൊന്നും കാത്തിരിക്കേണ്ടതില്ല. തുടർ നടപടികൾ സ്വീകരിക്കാൻ അത് കോടതിയിൽ സമർപ്പിക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ട് തന്നെ DNA സാമ്പിൾ ഇപ്പോൾ എടുക്കും. അത് DNA പരിശോധനയ്ക്ക് വേണ്ടി അത് മകൻ സനന്ദൻ്റെ DNA സാമ്പിളും എടുക്കും. അതിനുശേഷം ഇത് ഫോറൻസിക് പരിശോധനയ്ക്ക് അയക്കുകയും ചെയ്യും. എന്തായാലും നടപടിക്രമങ്ങൾ പൂർത്തിയായി കഴിഞ്ഞാൽ ഉടൻ തന്നെ പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിക്കും. അതിനുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ സജ്ജമാണ്. ഡോക്ടർമാർ തൊട്ട് പിന്നാലെ തന്നെ, കാരണം ഒരുപക്ഷെ സ്പോട്ടിൽ പോസ്റ്റ്മോർട്ടം നടത്തേണ്ടി വന്ന ഓട്ടോപ്സി എടുക്കേണ്ടി വന്നു കഴിഞ്ഞാൽ ഡോക്ടർമാരുടെ സംഘം നേരെ തന്നെ ആറളമുടൊക്കെ പോയിരുന്നു. പക്ഷേ അവിടെ ചെയ്യേണ്ടതില്ല. അത്രത്തോളം ബോഡി അത്ര മോശമായ അവസ്ഥയിലേക്ക് മാറിയിട്ടില്ല എന്നുള്ളത് കൊണ്ടാണ് മെഡിക്കൽ കോളേജിൽ എത്തിച്ച് ഇവിടെ പോസ്റ്റ്മോർട്ടം നടത്താൻ തീരുമാനിച്ചത്. എന്തായാലും എല്ലാ ക്രമീകരണങ്ങളും ഒരുക്കി കാത്തിരിക്കുകയാണ്. ഇനി മകനെ ഇവിടെ എത്തിക്കണം. ഈ നടപടിക്രമങ്ങളുടെ ഭാഗമായുള്ള ആദ്യം ഒരു ഒപ്പിട്ട് വാങ്ങണം. അതിനുശേഷം നടപടിയിലേക്ക് പോകും. SKN ഉമേഷ് ബാലകൃഷ്ണനാണ് നമുക്കൊപ്പം ചേർന്ന്. പോസ്റ്റ്മോർട്ടം നടപടികൾ അവിടെ ആരംഭിച്ചിട്ടില്ല. എന്നാൽ 8 അംഗ സംഘം തയ്യാറായി കഴിഞ്ഞു. ഇനി ഏത് സമയവും കേരളം മുഴുവൻ നോക്കി നിൽക്കുകയാണ് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിനായി. കാരണം ഒരുപാട് വിവാദങ്ങൾ കത്തിപ്പെടാൻ സാധ്യതയുണ്ടായിരുന്ന ഒരു സമാധിയാണ് പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ മാറിയത്. വളരെ ആശ്വാസകരമായ വാർത്തയാണ്. കേരളത്തെ നോക്കുന്ന ആളുകൾ, പ്രത്യേകിച്ച് കേരളത്തിൻ്റെ പുറത്തുനിന്നും വിദേശ നാടുകളിൽ നിന്നും പുറത്ത് നിന്നുമൊക്കെ നോക്കുന്ന ആളുകൾ ഈ നാടിനെ കാണുന്ന അത്യാവശ്യം വിവരമുള്ള ആളുകൾ താമസിക്കുന്ന സ്ഥലമായിട്ടാണ്. എന്നാൽ അന്ധവിശ്വാസവും അബദ്ധജടിലുമായ പഞ്ചാംഗങ്ങൾ കൂടെ കൊണ്ട് നടന്ന് ഈ നാടിൻ്റെ പേര് കളയുമോ എന്ന് ഭയന്ന മാധ്യമപ്രവർത്തകരിൽ ഒരാളാണ് ഞാൻ. എന്തായാലും അതൊന്നും ഉണ്ടായില്ല. ചൂഷണം നടത്താൻ കച്ചകെട്ടി ഇറങ്ങിയ ആളുകളൊക്കെ തന്നെ മാളത്തിലേക്ക് ഒളിച്ചു. കോടതി നടപടി വന്നതോടെ അവർ കാലുമാറി. ഇതൊക്കെ ഇങ്ങനെയുള്ള നല്ല കാര്യങ്ങളെല്ലാം സംഭവിച്ചു. പോലീസ് കനത്ത സുരക്ഷയിൽ കല്ലറ പൊളിച്ചു. ഗോപൻ സ്വാമിയുടെ മൃതദേഹം പുറത്തെടുത്തു. ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി മെഡിക്കൽ കോളേജിലേക്ക് അയച്ചു. മോർച്ചറിയിൽ മൃതദേഹമുണ്ട്. അല്പസമയത്തിനകം അവിടെ പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിക്കും. 3 ഫോറൻസിക് ഡോക്ടേഴ്സ് ഉൾപ്പെടെയുള്ള 8 അംഗ സംഘം തയ്യാറായി കഴിഞ്ഞു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം.